അരിയപ്പാടം ഗ്രാമം. പുലർച്ചെ ഉറക്കമുണർന്നപ്പോൾ റെയിൽവേ ട്രാക്കിനരികിലുള്ള കുടിലിൽ ഒരു കുഞ്ഞു പെൺകുട്ടി നേരത്തെ എഴുന്നേറ്റിരുന്നു. മാളു. 8 വയസ്സ് മാത്രം പ്രായമുള്ള അവളുടെ കണ്ണുകളിൽ ബാല്യത്തിന്റെ നിഷ്കളങ്കത ഉണ്ടായിരുന്നു. പക്ഷേ മുഖത്ത് ജീവിതത്തിന്റെ കാഠിന്യം വ്യക്തമായിരുന്നു. അവളുടെ കുടിൽ മണ്ണും ടിൻഷീറ്റും ചേർന്നൊരു കെട്ടിടം. മഴ പെയ്താൽ മേൽക്കൂരയിൽ നിന്ന് വെള്ളം ഒലിച്ചിറങ്ങും. അച്ഛൻ രാമൻ രാത്രി വൈകിയാണ് മടങ്ങിയെത്തുന്നത്. കൂലിപ്പണിയില്ലെങ്കിൽ അന്നത്തെ അത്താഴം പോലും മുടങ്ങും. മാളു അതെല്ലാം മനസ്സിലാക്കിയ കുട്ടിയായിരുന്നു. രാവിലെ സഹോദരങ്ങളായ കണ്ണനും കുഞ്ഞുമോളും ഉറങ്ങിക്കിടക്കുമ്പോൾ മാളു നിശബ്ദമായി എഴുന്നേക്കും. പഴകിയ പ്ലാസ്റ്റിക് ചാക്കെടുത്ത് അവൾ പുറത്തിറങ്ങും. മണ്ണും കല്ലും ചൂടും തണുപ്പും അവൾക്കൊക്കെ പരിചിതമായിരുന്നു. റെയിൽവേ ട്രാക്ക് അവളുടെ ലോകമായി മാറി. ദിവസവും കടന്നുപോകുന്ന ട്രെയിനുകൾ അവൾ എണ്ണിയിരുന്നില്ല. ചിലപ്പോൾ യാത്രക്കാരിൽ ആരെങ്കിലും വലിച്ചെറിയുന്ന കുപ്പിയോ പ്ലാസ്റ്റിക്കോ അവളുടെ അന്നത്തെ അത്താഴമായി മാറും. അവൾക്ക് ട്രാക്കിന്റെ ഓരോ വളവും അറിയാം. ഏത് സമയത്ത് ഏത് ട്രെയിൻ വരുമെന്നും അറിയാം. അന്ന് രാവിലെ മുതൽ ഗ്രാമം തിരക്കിലായിരുന്നു. ബോർഡുകൾ, ലൗഡ് സ്പീക്കറുകൾ, പുതിയ ട്രെയിൻ ഉദ്ഘാടനത്തിന് സ്വാഗതം എന്നെഴുത്തുകൾ. മാളു ഒന്നും ശ്രദ്ധിച്ചില്ല. അവൾക്ക് ഉദ്ഘാടനമോ മന്ത്രിയോ വലിയ കാര്യമല്ല. അവൾക്ക് കാര്യമായത് അന്നത്തെ ഭക്ഷണം മാത്രമാണ്. എന്നാൽ ട്രാക്കിന്റെ ഒരു ഭാഗത്ത് എത്തിയപ്പോൾ അവളുടെ ചുവടുകൾ പെട്ടെന്ന് നിന്നു. അവളുടെ കണ്ണുകൾ ചുരുങ്ങി. സാധാരണ കാണുന്ന പോലെ റെയിൽവേ ട്രാക്ക് നേരെയല്ല. ഒരു ഭാഗം അല്പം താഴ്ന്നിരിക്കുന്നു. മണ്ണ് ഒലിച്ചു പോയിരിക്കുന്നു. മഴയുടെ അടയാളങ്ങൾ ഇപ്പോഴും കാണാം. മാളു മുട്ടുകുത്തി നോക്കി. അവൾ കൈകൊണ്ട് പാളി തൊട്ടു. അത് കുലുങ്ങി. അവളുടെ നെഞ്ചിൽ ഒരു ഭയം പതുക്കെ കയറി. അയ്യോ, ട്രെയിൻ വന്നാലോ? ഇന്ന് പുതിയ ട്രെയിനല്ലേ, ഉദ്ഘാടനമല്ലേ, എല്ലാവരും അതിലായിരിക്കും. അവൾ ചുറ്റും നോക്കി. മുതിർന്നവരെ ആരെയും കാണാനില്ല. എല്ലാവരും സ്റ്റേഷനിലേക്ക് പോയിരിക്കുന്നു. അവളുടെ ഉള്ളിൽ ഒരു വലിയ പോരാട്ടം തുടങ്ങി. ഞാൻ പറയുന്നത് ആരെങ്കിലും കേൾക്കുവോ? ഞാൻ വെറും ചവറ് പെറുക്കുന്ന ഒരു കുട്ടിയല്ലേ? പക്ഷേ മറ്റൊരു ചിന്ത അവളുടെ മനസ്സിൽ കുത്തിക്കയറി. ഞാനൊന്നും പറഞ്ഞില്ലെങ്കിൽ? മാളു എഴുന്നേറ്റു. ചാക്ക് താഴെ വെച്ചു. അവളുടെ കുഞ്ഞു കാലുകൾ വേഗം നടന്നു. സ്റ്റേഷന്റെ ദിശയിലേക്കുള്ള ഓട്ടം തുടങ്ങി. അവൾക്കറിയില്ലായിരുന്നു ആ ഓട്ടം അവളുടെ ജീവിതം മാത്രമല്ല, അനേകം ജീവനുകളും മാറ്റിമറിക്കുമെന്ന്. അരിയപ്പാടം റെയിൽവേ സ്റ്റേഷൻ അന്നൊരിക്കലും കണ്ടിട്ടില്ലാത്ത വിധം ഉണർന്നു നിന്നു. സാധാരണ ദിവസങ്ങളിൽ 2-3 യാത്രക്കാർ മാത്രം കാത്തുനിൽക്കുന്ന പ്ലാറ്റ്ഫോം ഇന്ന് മനുഷ്യക്കടലായി മാറിയിരുന്നു. നിറമുള്ള കൊടികൾ കാറ്റിൽ പാറി. ബാനറുകളിൽ മന്ത്രിയുടെ ചിരിച്ച മുഖം. ലൗഡ് സ്പീക്കറുകളിൽ ആവർത്തിച്ചുകൊണ്ടിരുന്ന സ്വാഗത ഗീതങ്ങൾ. ഇന്ന് ചരിത്ര ദിവസമാണ്. പുതിയ ട്രെയിൻ നമ്മുടെ സ്വപ്നമാണ്, ആളുകൾ തമ്മിൽ പറഞ്ഞുകൊണ്ടിരുന്നു. മന്ത്രി മഹേഷ് വർമ്മയുടെ കാർ സ്റ്റേഷനിലേക്ക് കടന്നു വന്നപ്പോൾ ജനക്കൂട്ടത്തിൽ ആവേശം പൊട്ടിപ്പുറപ്പെട്ടു. സുരക്ഷാ ഉദ്യോഗസ്ഥർ വട്ടം കെട്ടി. ക്യാമറകളുടെ ഫ്ലാഷ്. മന്ത്രി കൈവീശി പുഞ്ചിരിച്ചു. അദ്ദേഹത്തിന് ഇതൊക്കെ പതിവായിരുന്നു. പ്ലാറ്റ്ഫോമിന്റെ ഒരു കോണിൽ മാളു നിൽക്കുന്നു. ചളി പിടിച്ച കാലുകൾ, കയ്യിൽ ചവറുചാക്ക്. അവളുടെ മുഖത്ത് ഒരുപാട് പേടി. അവളുടെ കണ്ണുകൾ തുടർച്ചയായി ട്രാക്കിന്റെ ദിശയിലേക്ക് പോകുന്നു. അവൾ കണ്ട ആ കാഴ്ച അവളുടെ മനസ്സിൽ നിന്നും പോകുന്നില്ല. വളഞ്ഞ റെയിൽവേ ട്രാക്ക്. ട്രെയിൻ പതുക്കെ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാൻ തയ്യാറെടുക്കുന്നു. ഡ്രൈവർ ക്യാബിനിൽ കയറി. ഗാർഡ് പച്ചക്കൊടി കയ്യിലെടുത്തു. മാളുവിന്റെ ഹൃദയം വേഗത്തിലിടിച്ചു. ഇനി സമയമില്ല. അവൾ മുന്നോട്ട് ഒരു ചുവട് വെച്ചു. പിന്നെ നിർത്തി. ഞാൻ പറഞ്ഞാൽ ആരെങ്കിലും കേൾക്കുമോ? എന്നെ തള്ളി മാറ്റുമോ? അവളുടെ ഉള്ളിൽ അമ്മയുടെ ശബ്ദം പോലെ ഒരു ഓർമ്മ. സത്യം പറയാൻ പേടിക്കരുത് മോളെ. അവൾ പെട്ടെന്ന് ഓടി. ജനക്കൂട്ടത്തിനിടയിൽ അവൾ ചെറുതായിരുന്നു. ആളുകൾ അവളെ തള്ളി മാറ്റി. ഏതാ ഈ കുട്ടി? പോ അവിടുന്ന്. ഒരു സുരക്ഷാ ജീവനക്കാരൻ അവളുടെ കൈ പിടിച്ചു. നിനക്കിവിടെ എന്താ കാര്യം? അവളുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. അവളുടെ ശബ്ദം മുഴുവൻ ശക്തിയോടെ പുറത്തു വന്നു. സാറേ, ആ ട്രെയിൻ നിർത്തൂ. ഒരു നിമിഷം പ്ലാറ്റ്ഫോം മുഴുവൻ നിശബ്ദമായി. മന്ത്രി പ്രസംഗം നിർത്തി. ആരാണത്?
അദ്ദേഹം ചുറ്റും നോക്കി. മാളു മുന്നോട്ടു വന്നു. ചെറുതായി വിറക്കുന്ന ശബ്ദത്തിൽ അവൾ പറഞ്ഞു, സാറേ, ട്രാക്ക് പൊളിഞ്ഞിരിക്കുന്നു. ട്രെയിൻ പോയാൽ അപകടം സംഭവിക്കും. ചിലർ ചിരിച്ചു. ഇവൾക്ക് എന്തറിയാം? ഇത് ഉദ്ഘാടനമാണ്, കളിക്കരുത് കുട്ടി. മാളുവിന്റെ കണ്ണുകളിൽ പേടി കൂടിയെങ്കിലും അവൾ പിന്നോട്ടു പോയില്ല. ഞാൻ ദിവസവും അവിടെ പോകുന്ന കുട്ടിയാണ് സാറേ. ഞാൻ കണ്ടതാ. മന്ത്രി അവളെ ശ്രദ്ധിച്ചു. അവളുടെ വസ്ത്രങ്ങൾ, കാലുകൾ, മുഖം, ദാരിദ്ര്യത്തിന്റെ അടയാളങ്ങൾ. പക്ഷെ അവളുടെ കണ്ണുകളിൽ ഒരു സത്യസന്ധത. അദ്ദേഹം പെട്ടെന്ന് കൈ ഉയർത്തി. ട്രെയിൻ നിർത്തൂ. എല്ലാവരും നെട്ടി. സർ? ഉദ്യോഗസ്ഥൻ സംശയത്തോടെ നോക്കി. ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? ട്രെയിൻ നിർത്തൂ. മന്ത്രിയുടെ ശബ്ദം കർശനമായി. പച്ചക്കൊടി താഴ്ന്നു. വിസിൽ ശബ്ദം നിർത്തി. ട്രെയിൻ നിശ്ചലമായി. മാളു നിലത്തിരുന്നു പോയി. അവളുടെ കാലുകൾ വിറച്ചു. അവൾ കരഞ്ഞു. ട്രെയിൻ പെട്ടെന്ന് നിർത്തിയതോടെ സ്റ്റേഷനിൽ നിശബ്ദത പടർന്നു. കുറച്ചു നിമിഷങ്ങൾക്ക് മുൻപ് വരെ ആവേശവും കയ്യടിയും നിറഞ്ഞിരുന്ന പ്ലാറ്റ്ഫോം ഇപ്പോൾ സംശയവും ആശങ്കയും നിറഞ്ഞ കണ്ണുകളാൽ മന്ത്രിയെ നോക്കി നിൽക്കുന്നു. എന്താണ് പ്രശ്നം? ആ കുട്ടി പറഞ്ഞത് കേട്ടോ? ഇതിനി രാഷ്ട്രീയ നാടകമാണോ? ചിലർ പിറുപിറുത്തു. ഉദ്യോഗസ്ഥർ തമ്മിൽ നോക്കി. ഇത്ര വലിയ ഒരു ഉദ്ഘാടനം ഒരു ചവറു പറക്കുന്ന കുട്ടിയുടെ വാക്ക് കേട്ട് നിർത്തിയതിൽ പലർക്കും ഇഷ്ടക്കുറവ് തോന്നി. മന്ത്രി മഹേഷ് വർമ്മ പക്ഷേ അവിടെ ഉറച്ചു നിന്നു. മാളുവിനെ അദ്ദേഹം വീണ്ടും നോക്കി. അവൾ നിലത്തിരുന്ന് കരയുകയായിരുന്നു. അവളുടെ ചാക്ക് അവളുടെ അടുത്ത് വീണ് കിടക്കുന്നു. അവളുടെ കുഞ്ഞു ശരീരം പേടിയിൽ വിറക്കുന്നു. കുട്ടിയെ എഴുന്നേൽപ്പിക്കൂ, മന്ത്രി പറഞ്ഞു. ഒരു വനിതാ ഓഫീസർ മാളുവിനെ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ചു. മോളെ, നീ പറഞ്ഞ സ്ഥലം കാണിക്കാമോ? മന്ത്രി ശാന്തമായി ചോദിച്ചു. മാളു തലയാട്ടി. വാക്കുകൾ പുറത്തു വന്നില്ല. അവൾ മുന്നോട്ട് നടന്നു. മന്ത്രിയുടെ ചില ഉദ്യോഗസ്ഥരും പിന്നാലെ പോയി. ജനക്കൂട്ടവും അകലെ നിന്ന് പിന്തുടർന്നു. ട്രാക്കിന്റെ ആ ഭാഗത്ത് എത്തിയപ്പോൾ മാളു കൈനീട്ടി കാണിച്ചു. ഇവിടെയാണ് സാറേ. റെയിൽവേ എഞ്ചിനീയർ മുട്ടുകുത്തി പരിശോധിച്ചു. മറ്റൊരാൾ അളവുപകരണങ്ങൾ എടുത്തു. കുറച്ചു നിമിഷങ്ങൾ അവിടെ ഗൗരവമായ പരിശോധന നടന്നു. മന്ത്രിയുടെ നെഞ്ചിൽ ഒരു ചെറിയ ടെൻഷൻ. ഈ കുട്ടി പറഞ്ഞത് തെറ്റായാൽ? പെട്ടെന്ന് ഒരു എഞ്ചിനീയർ എഴുന്നേറ്റ് പറഞ്ഞു. സർ, കുട്ടി പറഞ്ഞത് ശരിയാണ്. എല്ലാവരും അവന്റെ മുഖത്തേക്ക് നോക്കി. ഇവിടെ മണ്ണൊലിച്ചു പോയിട്ടുണ്ട്. റെയിൽ പാളി ശരിയായ നിലയിൽ അല്ല. ട്രെയിൻ പൂർണ്ണ വേഗത്തിൽ പോയിരുന്നുവെങ്കിൽ പാളം തെറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ വാക്കുകൾ കേട്ടതോടെ മന്ത്രിയുടെ കണ്ണുകൾ വലുതായി. ഒരു നിമിഷം അദ്ദേഹത്തിന് സംസാരിക്കാൻ പോലും കഴിഞ്ഞില്ല. ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു ശബ്ദം ഉയർന്നു. ദൈവമേ! ചിലർ മാളുവിനെ നോക്കി. അല്പസമയം മുമ്പ് ചിരിച്ചവരുടെ മുഖങ്ങൾ ഇപ്പോൾ നാണം കൊണ്ട് തല താഴ്ത്തി. ഈ കുട്ടി ഇല്ലായിരുന്നുവെങ്കിൽ? മന്ത്രി പതുക്കെ മാളുവിന്റെ അടുത്തേക്ക് നടന്നു. അവളുടെ മുന്നിൽ കുനിഞ്ഞിരുന്നു. നീ പറഞ്ഞത് ശരിയായിരുന്നു മോളെ. അവളുടെ തലയിൽ അദ്ദേഹം സ്നേഹത്തോടെ കൈവച്ചു. നീ ഇന്ന് ഒരു മന്ത്രിയെ മാത്രമല്ല രക്ഷിച്ചത്, ഇവിടെയുള്ള ഓരോ മനുഷ്യനെ ആണ്. മാളു കരച്ചിലിനിടയിൽ ചോദിച്ചു. സാറേ, ഇനി ട്രെയിൻ പൊട്ടുമോ? അദ്ദേഹം പുഞ്ചിരിച്ചു. ഇല്ല, നീ കാരണം അത് സംഭവിച്ചില്ല. ആ നിമിഷം ജനക്കൂട്ടത്തിൽ നിന്ന് കയ്യടി ഉയർന്നു. പത്രപ്രവർത്തകർ ക്യാമറ തിരിച്ചു. ഈ കുട്ടിയുടെ പേര് എന്താണ്? എവിടെയാണ് അവൾ താമസിക്കുന്നത്? മന്ത്രി കൈ ഉയർത്തി. ആദ്യം ഈ കുട്ടിയുടെ കുടുംബത്തെ കണ്ടെത്തണം. അയാൾ ഉദ്യോഗസ്ഥനോട് പറഞ്ഞു. ഇവളുടെ അച്ഛനെ ഇവിടെ കൊണ്ടുവരൂ. സ്റ്റേഷനിലെ തിരക്കുകൾ പതുക്കെ ശാന്തമാകുമ്പോൾ മാളു മന്ത്രിയുടെ അടുത്ത് നിശബ്ദമായി നിൽക്കുകയാണ്. അവളുടെ ഉള്ളിൽ ഭയം മാറിയിരുന്നില്ല. അച്ഛൻ വരുമ്പോൾ ചൂടാകുമോ എന്ന ചിന്ത അവളെ അലട്ടിക്കൊണ്ടിരുന്നു. അവളൊന്നും തെറ്റ് ചെയ്തില്ലെന്ന് മനസ്സിലുണ്ടായിരുന്നുവെങ്കിലും ജീവിതം അവളെ എപ്പോഴും പേടിക്കാൻ പഠിപ്പിച്ചിരുന്നു. നിന്റെ അച്ഛന്റെ പേരെന്താണ്? മന്ത്രി സ്നേഹത്തോടെ ചോദിച്ചു. രാമൻ. അച്ഛന് കൂലിപ്പണിയാണ് സാറേ, അവൾ തലകുനിച്ച് പറഞ്ഞു. ഒരു ഉദ്യോഗസ്ഥൻ രാമനെ വിളിക്കാൻ പോയി. കുറച്ചു സമയത്തിനു ശേഷം മാലിന്യവും പൊടിയും മൂടിയ വസ്ത്രത്തിൽ ഒരു മനുഷ്യൻ ഓടിക്കയറി. കണ്ണുകളിൽ ആശങ്ക. ചുറ്റും നോക്കി. മാളുവിനെ കണ്ടപ്പോൾ അയാൾക്ക് സമാധാനമായി. എന്താ മാളു, എന്താ സംഭവിച്ചത്? അയാൾ വിറയലോട് കൂടി ചോദിച്ചു. മാളു ഒന്നും പറഞ്ഞില്ല. അവൾ മന്ത്രിയെ നോക്കി. മന്ത്രി രാമനോട് പറഞ്ഞു.
നിങ്ങളുടെ മകളാണ് ഇന്നിവിടെ ഒരു വലിയ അപകടം തടഞ്ഞത്. രാമൻ വിശ്വസിച്ചില്ല. എന്റെ മാളുവോ? അവന്റെ കണ്ണുകൾ നിറഞ്ഞു. മന്ത്രി അയാളോട് ഇരിക്കാൻ പറഞ്ഞു. അയാൾ മാളുവിനെ പറ്റി പറഞ്ഞു. അമ്മയുടെ മരണം, ആശുപത്രിക്ക് പണമില്ലാതെ നടന്ന അവസാന ദിവസങ്ങൾ, കുട്ടികളെ നോക്കാൻ ജോലി ഉപേക്ഷിച്ച അച്ഛൻ, പിന്നെ ദാരിദ്ര്യം, സ്കൂളിൽ ചേർക്കാൻ കഴിയാതെ പോയ ദിനങ്ങൾ. അവൾ സ്കൂളിൽ പോയിട്ടില്ല സാറേ, രാമൻ തലകുനിച്ച് പറഞ്ഞു. പക്ഷേ ബുദ്ധിയുണ്ട്, എല്ലാം മനസ്സിലാകും. മന്ത്രി ആ വാക്ക് ശ്രദ്ധിച്ചു. ബുദ്ധി വിദ്യാഭ്യാസം കൊണ്ട് മാത്രം ഉണ്ടാകുന്നതല്ല, അദ്ദേഹം പറഞ്ഞു. ഇന്നത് ഈ കുട്ടി തെളിയിച്ചു. മാളു മന്ത്രിയുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ ജീവിതത്തിൽ ആദ്യമായി ഒരാൾ അവളെ കുറ്റപ്പെടുത്താതെ സംസാരിക്കുന്നു. മോളെ, നീ എന്തുകൊണ്ടാ സ്കൂളിൽ പോകാത്തത്? മന്ത്രി ചോദിച്ചു. അച്ഛനെയും കൊണ്ട് ഒറ്റക്ക് പറ്റില്ല സാറേ, ഞാനില്ലെങ്കിൽ സഹോദരങ്ങൾക്ക് ഭക്ഷണം കിട്ടില്ല. അവളുടെ വാക്കുകൾ മന്ത്രിയുടെ നെഞ്ചിൽ തട്ടി. അദ്ദേഹം കുറച്ചു നിമിഷം മൗനത്തിലായി. രാഷ്ട്രീയ ജീവിതത്തിൽ അനേകം ഉദ്ഘാടനങ്ങൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതുപോലത്തെ ഒരു അവസ്ഥ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി ഈ കുട്ടി ചവറു പെറുക്കില്ല, മന്ത്രി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. അത് ഞാൻ ഉറപ്പാക്കും. രാമൻ എഴുന്നേറ്റ് കൈകൂപ്പി. സാറേ, ഞങ്ങൾക്കൊന്നും വേണ്ട, അവൾക്കൊന്നും സംഭവിക്കരുത്. മന്ത്രി അവന്റെ കൈ പിടിച്ചു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സ്റ്റേഷനിലെ സംഭവം കഴിഞ്ഞിട്ടും മന്ത്രി മഹേഷ് വർമ്മയുടെ മനസ്സിൽ മാളുവിന്റെ മുഖം മായാതെ നിന്നു. കാർ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുമ്പോഴും അദ്ദേഹത്തിന്റെ ചിന്തകൾ ഉദ്ഘാടന ചടങ്ങിലല്ലായിരുന്നു. ആ ചെറിയ പെൺകുട്ടിയുടെ വിറക്കുന്ന ശബ്ദം, അവളുടെ കണ്ണുകളിൽ കണ്ട ധൈര്യം, എല്ലാം അദ്ദേഹത്തെ അലയടിപ്പിച്ചു. ഒരു കുട്ടിക്ക് ഇത്ര വലിയ ഉത്തരവാദിത്തം വഹിക്കേണ്ടി വരുന്നത് ശരിയാണോ? അദ്ദേഹം സ്വയം ചോദിച്ചു. അടുത്ത ദിവസം രാവിലെ തന്നെ അദ്ദേഹം സെക്രട്ടറിയെ വിളിച്ചു. ഇന്നലെ കണ്ട കുട്ടിയുടെ ഫയൽ വേണം സർ. ആ കുട്ടിക്ക് ഔദ്യോഗിക രേഖകൾ ഒന്നുമില്ല, സെക്രട്ടറി മടിച്ചുകൊണ്ട് പറഞ്ഞു. മന്ത്രി കർശനമായി പറഞ്ഞു. അവൾക്ക് രേഖകളില്ലാത്തത് അവളുടെ തെറ്റല്ല. ഉടൻ തന്നെ ഉദ്യോഗസ്ഥർ അരിയപ്പാടം ഗ്രാമത്തിലെ കുടിലിലേക്ക് പോയി. രാമനും കുടുംബവും അമ്പരപ്പോടെ അവരെ സ്വീകരിച്ചു. ഉച്ചയോടെ ഉത്തരവ് വന്നു. രാമൻ റെയിൽവേ വകുപ്പിൽ ഗേറ്റ് കീപ്പർ ട്രെയിനിങ്ങിനായി നിയമിക്കപ്പെടുന്നു. ഗ്രാമം മുഴുവൻ ആ വാർത്ത കാട്ടുതീ പോലെ പടർന്നു. ചവറു പെറുക്കുന്ന കുട്ടിയുടെ അച്ഛൻ റെയിൽവേ ജോലിക്കാരനോ? ചിലർ വിശ്വസിച്ചില്ല, ചിലർ അസൂയപ്പെട്ടു. പക്ഷേ സത്യം അതായിരുന്നു. രാമന്റെ കൈ വിറച്ചു. സാറേ, ഞാൻ പഠിച്ചിട്ടില്ല, അവൻ ഉദ്യോഗസ്ഥനോട് പറഞ്ഞു. നിങ്ങളുടെ മകൾ പഠിപ്പിച്ചു തന്ന പാഠം മതി. ഉദ്യോഗസ്ഥർ പുഞ്ചിരിച്ചു. ആദ്യ ദിവസം യൂണിഫോം ധരിച്ച് രാമൻ സ്റ്റേഷനിലെത്തിയപ്പോൾ മാളു അവനെ അകലെ നിന്ന് നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഞങ്ങൾക്കിനി രാത്രി വിശപ്പോടെ കിടക്കേണ്ടി വരില്ല. അവളുടെ മനസ്സിൽ അനേകം ചോദ്യങ്ങൾ. പക്ഷേ ഒരു ഉറപ്പുണ്ടായിരുന്നു. അച്ഛൻ ഇനി സ്ഥിരം ജോലി ചെയ്യുന്ന ഒരാളാണ്. മന്ത്രി വാഗ്ദാനം മറന്നില്ല. ഈ കുടുംബത്തെ ഒറ്റപ്പെടുത്തരുത്, അദ്ദേഹം ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. ആ ഉത്തരവ് ഒരു ജോലിയിൽ ഒതുങ്ങിയില്ല. അത് രാമന്റെ ആത്മവിശ്വാസം തിരികെ കൊണ്ടുവന്നു. ഞാനൊരു തൊഴിലാളിയാണ് എന്ന ബോധം അവനിൽ ജനിച്ചു. ആ രാത്രിയിൽ കുടിലിൽ ഒരു ചെറിയ വിളക്ക് തെളിഞ്ഞിരുന്നു. മാളു സഹോദരങ്ങളെ ചേർത്ത് പിടിച്ചു കിടന്നു. ഇനി നാളെ എന്തായിരിക്കും, അവൾ ചിന്തിച്ചു. രാമൻ റെയിൽവേ യൂണിഫോം ധരിച്ച് ജോലിക്ക് പോകാൻ തുടങ്ങിയതോടെ അവരുടെ ജീവിതം മാറി. ഒരു ദിവസം 2 സർക്കാർ ഉദ്യോഗസ്ഥർ വീണ്ടും കുടിലിലെത്തി. മാളു എവിടെയാണ്? ഒരാൾ ചോദിച്ചു. ഇവിടെയുണ്ട് സാറേ. അവൾ പതുക്കെ മുന്നോട്ട് വന്നു. നിനക്ക് സ്കൂളിൽ പോകണമെന്നുണ്ടോ? ആ ചോദ്യം കേട്ട് അവൾ അമ്പരന്നു. അവളുടെ ജീവിതത്തിൽ ഇതുവരെ ആരും അങ്ങനെ ചോദിച്ചിട്ടില്ല. അവൾ അച്ഛനെ നോക്കി. പോകണം എന്ന് പറയാൻ പോലും അവൾക്ക് ധൈര്യമില്ല. മോളെ, നീ പഠിക്കണം, രാമൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. ഇനി അവൾ ചവറു പെറുക്കില്ല. അടുത്ത ദിവസം തന്നെ മാളുവിനും സഹോദരങ്ങൾക്കും സമീപത്തെ സർക്കാർ സ്കൂളിൽ പ്രവേശനം ലഭിച്ചു. സ്കൂൾ മുറ്റത്ത് ആദ്യമായി കാലുവെക്കുമ്പോൾ മാളുവിന്റെ ഹൃദയം വേഗത്തിലിടിച്ചു. അവൾക്ക് പുതിയ യൂണിഫോം, കയ്യിൽ പുതിയ ബാഗ്, പുസ്തകങ്ങളുടെ മണം, എല്ലാം അവൾക്കൊരു പുതുമയായിരുന്നു. ക്ലാസ്സിൽ കുട്ടികൾ അവളെ നോക്കി. ചിലർ ചിരിച്ചു. ഇവൾ എവിടെയായിരുന്നു ഇത്ര നാൾ? ചിലർ ചോദിച്ചു. മാളു തലകുനിച്ചിരുന്നു. അധ്യാപിക അവളെ വിളിച്ചു. നിന്റെ പേര് ബോർഡിൽ എഴുതാമോ? മാളു വിറക്കുന്ന കൈകളോടെ ബോർഡിൽ എഴുതി. മാളു. ക്ലാസ്സിൽ നിശബ്ദത. ഇവൾക്ക് എഴുതാൻ അറിയാമോ? ഒരു കുട്ടി പതുക്കെ പറഞ്ഞു.
അധ്യാപിക പുഞ്ചിരിച്ചു. അവൾ മിടുക്കി കുട്ടിയാണ്. വൈകുന്നേരം വീട്ടിലേക്ക് മടങ്ങുമ്പോൾ മാളു അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഞാൻ പഠിക്കും. അവന്റെ കണ്ണുകൾ നിറഞ്ഞു. നീ പഠിക്കണം മോളെ. അച്ഛന്റെ ജീവിതം ഇങ്ങനെയായി. നീ രക്ഷപ്പെടണം. അന്ന് രാത്രി കുടിലിൽ പുതിയ പുസ്തകങ്ങൾ തുറന്നു കിടന്നു. മാളു അക്ഷരങ്ങൾ വായിച്ചു. സഹോദരങ്ങൾ അവളെ നോക്കി. മാളു സ്കൂളിൽ പോകാൻ തുടങ്ങിയതോടെ ജീവിതം പതുക്കെ ഒരു പുതിയ വഴിയിലേക്ക് തിരിഞ്ഞു. ഒരു രാത്രി ശക്തമായ മഴ പെയ്തു. കുടിലിന്റെ മേൽക്കൂരയിൽ നിന്ന് വെള്ളം ചോരാൻ തുടങ്ങി. മാളു സഹോദരങ്ങളെ ചേർത്ത് പിടിച്ച് ഒരു മൂലയിലേക്ക് മാറി. രാമൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഇരുന്നു. അടുത്ത ആഴ്ച സ്റ്റേഷനിൽ ജോലി ചെയ്യുമ്പോൾ രാമനെ ഒരു ഓഫീസർ വിളിച്ചു. നിങ്ങളുടെ ഫയലിൽ പുതിയ ഉത്തരവ് വന്നിട്ടുണ്ട്. രാമന്റെ നെഞ്ച് ഇടിച്ചു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവൻ ഭയത്തോടെ ചോദിച്ചു. അല്ല, ഓഫീസർ പുഞ്ചിരിച്ചു. നിങ്ങൾക്ക് റെയിൽവേ ക്വാർട്ടേഴ്സ് അനുവദിച്ചിട്ടുണ്ട്. ആ വാക്കുകൾ രാമന്റെ ചെവിയിൽ വിശ്വസിക്കാനാകാതെ മുഴങ്ങി. എനിക്കോ? വീടോ? അന്ന് വൈകുന്നേരം രാമൻ മാളുവിനെയും കുട്ടികളെയും കൂട്ടി റെയിൽവേ ക്വാർട്ടേഴ്സിലേക്ക് എത്തി. ചെറുതാണെങ്കിലും വൃത്തിയുള്ള ഒരു വീട്. ചുവരുകൾ ചോർന്നില്ല. വാതിൽ അടക്കാം. ജനലിലൂടെ കാറ്റും വെളിച്ചവും കടന്നു വരുന്നു. മാളു പതുക്കെ അകത്തേക്ക് കയറി. നിലത്ത് കാൽ വെച്ചു. മേലോട്ട് നോക്കി. അച്ഛാ, ഇവിടെ ഇനി വെള്ളം ചോരില്ലല്ലോ? അവൾ ചോദിച്ചു. ഇല്ല മോളെ, ഇനി പേടിക്കേണ്ട. രാമന്റെ ശബ്ദം ഇടറി. ആ രാത്രി അവർ ആദ്യമായി സമാധാനത്തോടെ കിടന്നുറങ്ങി. മഴ പെയ്തെങ്കിലും വെള്ളം ഉള്ളിലേക്ക് വന്നില്ല. അടുത്ത ദിവസം മന്ത്രി മഹേഷ് വർമ്മ നേരിട്ട് ആ വീടിനെ കുറിച്ച് അന്വേഷിച്ചു. കുട്ടികൾക്ക് സൗകര്യമുണ്ടോ? വെളിച്ചമുണ്ടോ? ഉണ്ട് സർ, ഉദ്യോഗസ്ഥൻ പറഞ്ഞു. അവർ സന്തോഷത്തിലാണ്. മന്ത്രി കുറച്ചു നിമിഷം മൗനത്തിലായി. ഒരു വീട് മതി ഒരാളുടെ ജീവിതം മാറ്റാൻ, അദ്ദേഹം സ്വയം പറഞ്ഞു. അരിയപ്പാടം ഗ്രാമത്തിൽ വാർത്ത പരന്നു. മാളുവിന് പുതിയ വീടായി. മന്ത്രി കാരണം അവരുടെ ജീവിതം മാറി. മാളുവിന് പക്ഷേ അതൊന്നും വലിയ കാര്യമായിരുന്നില്ല. അവൾക്ക് വേണ്ടിയിരുന്നത് സഹോദരങ്ങൾ സുരക്ഷിതമായി ഉറങ്ങുന്നുണ്ടോ എന്നുറപ്പ് മാത്രം. കാലം കുറച്ച് കടന്നുപോയി. അരിയപ്പാടം ഗ്രാമം പതുക്കെ മാളുവിന്റെ കഥയെ സ്വന്തം കഥയായി ഏറ്റെടുത്തു. ഒരിക്കൽ ചവറ് പെറുക്കുന്ന കുഞ്ഞായി കണ്ടിരുന്ന അവൾ ഇന്ന് ഗ്രാമത്തിന്റെ അഭിമാനമായി മാറി. സ്കൂളിൽ മാളു എല്ലാ കുട്ടികളെയും പോലെ ആയി. അവളുടെ വസ്ത്രങ്ങൾ വൃത്തിയുള്ളത്, കണ്ണുകളിൽ ആത്മവിശ്വാസം. അധ്യാപകർ അവളെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഈ കുട്ടിക്ക് നല്ല ബുദ്ധിയുണ്ട്, ഒരു അധ്യാപകൻ പറഞ്ഞു. കുട്ടികൾ ആദ്യം അവളെ അകറ്റി നിർത്തി. ഇവൾ ചവറ് പെറുക്കുന്നവളല്ലേ? ചിലർ പരിഹസിച്ചു. പക്ഷേ മാളു ഒന്നിനും മറുപടി പറഞ്ഞില്ല. അവൾ പഠിച്ചു. ഓരോ ചോദ്യം കേട്ട് കൈ ഉയർത്തി. പതുക്കെ പരിഹാസം മൗനമായി മാറി. മൗനം ആദരവായി മാറി. ഗ്രാമത്തിലെ വാർഷിക ആഘോഷത്തിൽ മാളുവിനെ വേദിയിലേക്ക് വിളിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു, ഈ ഗ്രാമം ഇന്നിവിടെ സുരക്ഷിതമാണെങ്കിൽ അതിന് കാരണം ഈ കുഞ്ഞാണ്. മാളു വേദിയിൽ നിൽക്കുമ്പോൾ കൈകൾ വിറച്ചു. അവൾക്ക് സംസാരിക്കാൻ ഭയമായിരുന്നു. പക്ഷേ അവൾ പറഞ്ഞു, ഞാൻ വലിയ കാര്യമൊന്നും ചെയ്തിട്ടില്ല. ഞാൻ കണ്ടത് പറഞ്ഞു, അത്രമാത്രമുള്ളൂ. ആ വാക്കുകൾ ആളുകളുടെ ഹൃദയത്തിൽ തട്ടി. പത്രങ്ങളിൽ വാർത്ത വന്നു. 8 വയസ്സുകാരിയുടെ ധൈര്യം വലിയ ദുരന്തം തടഞ്ഞു. ചാനലുകൾ അഭിമുഖം ചോദിച്ചു. മാളു വൈകുന്നേരങ്ങളിൽ പുതിയ വീടിന്റെ മുന്നിലിരുന്ന് പുസ്തകം വായിക്കും. ഒരു ദിവസം സ്കൂൾ അധ്യാപിക അവളോട് ചോദിച്ചു, മാളു, നിനക്ക് വലുതാകുമ്പോൾ എന്താകണം? അവൾ ഒരു നിമിഷം ചിന്തിച്ചു. ട്രെയിനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും, അവൾ പറഞ്ഞു. അങ്ങനെ ഇനി ഒരാളും അപകടത്തിൽ പെടാതിരിക്കട്ടെ. അധ്യാപിക പുഞ്ചിരിച്ചു. അതൊരു വലിയ സ്വപ്നമാണ്. അരിയപ്പാടം സ്റ്റേഷനിൽ നടന്ന ആ ചെറിയ സംഭവം മന്ത്രി മഹേഷ് വർമ്മയുടെ ജീവിതത്തിൽ ഒരു വലിയ തിരിവായി മാറി. അനേകം ഉദ്ഘാടനങ്ങളും പ്രസംഗങ്ങളും കഴിഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന് അത് മറ്റൊരു ഔദ്യോഗിക പരിപാടിയെന്ന് തോന്നിയില്ല. ഒരു 8 വയസ്സുകാരിയുടെ കണ്ണുകളിൽ കണ്ട ഭയം, ധൈര്യം, സത്യസന്ധത, അതെല്ലാം അദ്ദേഹത്തെ രാത്രികളോളം ഉറങ്ങാൻ അനുവദിച്ചില്ല. മന്ത്രിസഭ യോഗങ്ങളിൽ ഇരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിൽ മാളുവിന്റെ ശബ്ദം മുഴങ്ങിക്കൊണ്ടിരുന്നു. അടുത്ത മാസങ്ങളിൽ മന്ത്രി റെയിൽവേ സുരക്ഷയെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഫയലുകൾ വെറുതെ ഒപ്പിടുന്ന ശീലത്തിനു പകരം ഓരോ റിപ്പോർട്ടും അദ്ദേഹം വായിച്ചു. ഉദ്യോഗസ്ഥർ ആദ്യം അമ്പരന്നു. സർ ഇങ്ങനെ ചെയ്യാറില്ലല്ലോ എന്ന് ചിലർ പിറുപിറുത്തു.
അദ്ദേഹം ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. റെയിൽവേ ട്രാക്കിനരികിലുള്ള ഗ്രാമങ്ങളിൽ സുരക്ഷാ ബോധവൽക്കരണ ക്ലാസുകൾ, പതിവ് പരിശോധന, പ്രാദേശിക റിപ്പോർട്ടിംഗ് സംവിധാനം എല്ലാം തുടങ്ങണം. അരിയപ്പാടം ഗ്രാമം സന്ദർശിക്കാൻ അദ്ദേഹം വീണ്ടും വന്നു. മാളുവിന്റെ വീട്ടിലേക്ക് നടന്നു. മാളു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നു. മന്ത്രിയെ കണ്ടപ്പോൾ അവൾ എഴുന്നേറ്റു. "എങ്ങനെയുണ്ട് പഠിപ്പൊക്കെ?" അദ്ദേഹം ചോദിച്ചു. "നന്നായി പോകുന്നുണ്ട് സാറേ," അവൾ പറഞ്ഞു. അന്ന് മടങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരേ ഒരു ചിന്ത: അധികാരം ഒരു പദവിയല്ല, അത് ഉത്തരവാദിത്തമാണ്. വർഷങ്ങൾ കടന്നുപോയി. അരിയപ്പാടം ഗ്രാമം മാറി. പഴയ കുടിലുകളുടെ സ്ഥാനത്ത് കുറച്ച് പുത്തൻ വീടുകൾ വന്നു. സ്റ്റേഷനും മാറി. ട്രെയിനുകൾ കൂടുതൽ വേഗത്തിൽ, കൂടുതൽ സുരക്ഷയോടെ കടന്നുപോയി. മാളു ഇപ്പോൾ കുട്ടിയല്ല. പഠനത്തിൽ മിടുക്കിയായി അവൾ മുന്നേറി. സ്കൂൾ കഴിഞ്ഞ് കോളേജ്, പിന്നീട് റെയിൽവേ എഞ്ചിനീയറിംഗ് പഠനം. അവളുടെ അച്ഛൻ രാമൻ റെയിൽവേയിൽ നിന്ന് വിരമിച്ചു. യൂണിഫോം മടക്കി വെക്കുമ്പോൾ അവന്റെ കണ്ണുകൾ നിറഞ്ഞു. "ഇതെല്ലാം നീ കാരണമാണ് മാളു," അവൻ പറഞ്ഞു. അന്നവൾ ഒരു ട്രെയിന് നിർത്തി. ഇന്നവൾ അനേകം ട്രെയിനുകൾ സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഒരു കുഞ്ഞിന്റെ ധൈര്യം, ഒരു മന്ത്രിയുടെ മനസാക്ഷി, അതെല്ലാം ചേർന്നപ്പോൾ ഒരു ദുരന്തം തടയാനായി.